അഭിമാനമുണ്ട്. അബുക്ക ഓക്കെ അല്ലേ? രാഹുൽ മാങ്കൂട്ടം ജയിലിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ വരെ പാലക്കാടുണ്ടായ രാഹുൽ മാങ്കൂട്ടം ഒരു അപ്രതീക്ഷിതമായ ഒരു സന്ദർശനം പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ പ്രതിഷേധ പ്രകടനം നടന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിനെ ഒതുക്കുവാൻ വേണ്ടി പിണറായിയുടെ പോലീസ് ആവുന്നതൊക്കെ ചെയ്തിട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഈ പറയുന്ന പോലീസിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് കടന്നു കയറാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത പ്രതിഷേധങ്ങളും ആണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പത്തനംതിട്ടയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ മുഖ്യ അതിഥിയായിട്ട് അവിടെ എത്തിയിരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സന്ദീപ് വാര്യരായിരുന്നു. സന്ദീപ് വാര്യരുടെ മാസ് ഷോ, അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടതുമാണ്. സന്ദീപ് വാര്യർ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ അവിടെ തന്നെ അടിക്കാൻ വന്ന, ലാത്തി കൊണ്ട് തന്നെ തെരഞ്ഞു പിടിച്ച് തന്നെ അടിച്ചു വീഴ്ത്താൻ വന്ന പോലീസുകാരനെ സന്ദീപ് വാര്യർ നോട്ടമിടുന്നത് നമ്മൾ കണ്ടതാണ്. അയാളുടെ ഹെൽമെറ്റ് മാറ്റിയിട്ട് അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ സന്ദീപ് വാര്യർ ശ്രമം നടത്തുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് വെറുതെ ഒന്ന് അയാളെ കണ്ടുവെക്കാനല്ല, ഭരണം മാറാൻ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. ഇവന്മാരെ പോലെയുള്ള ഏറാമൂലികളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുവാൻ തന്നെയാണ് തീരുമാനം. അതിനുവേണ്ടിയാണ് സന്ദീപ് വാര്യർ ഇന്നലെ ആ പോലീസുകാരനെ നോട്ടമിട്ടത്. ആ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ സന്ദീപ് വാര്യരെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാക്കന്മാരെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇവരെയൊക്കെ പത്തനംതിട്ടയിലെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്നിപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് തന്റെ സജീവ പരിപാടികൾ, എല്ലാ മണ്ഡലത്തിലെ MLA-യുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പരിപാടികളും താൽക്കാലികമായി റദ്ദു ചെയ്തുകൊണ്ട് പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. സന്ദീപ് വാര്യരെയും കോൺഗ്രസ് നേതാക്കളെയും സന്ദർശിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പത്തനംതിട്ട സെൻട്രൽ ജയിലിൽ എത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ ഇന്നലെ നടത്തിയ ഈ പറയുന്ന വലിയ തോതിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധം സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യർ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമരമുഖത്ത് എന്ന് വേണമെങ്കിൽ ഇന്നലത്തെ പ്രതിഷേധത്തെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. സന്ദീപ് വാര്യർ വളരെ എന്താ പറയണ്ട ഊർജ്ജസ്വലനായിക്കൊണ്ട് ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ സന്ദീപ് വാര്യരെ സന്ദർശിക്കുവാൻ വേണ്ടി സന്ദീപ് വാര്യർ മാത്രമല്ല, കോൺഗ്രസിന്റെ മറ്റുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ജയിലിലാണുള്ളത്. ഇന്നലെ ഈ സമരവുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ ചർച്ചയാവുകയാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷൻ നേരിടുന്ന വ്യക്തിയാണ്. ഈ സസ്പെൻഷൻ നേരിടുന്ന വ്യക്തി സന്ദീപ് വാര്യരെയും അതുപോലെ തൻ്റെ തട്ടകമായ പത്തനംതിട്ടയിലെ തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള വ്യക്തികളെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ ജയിലിൽ എത്തിയിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ വലിയ ചർച്ചയാക്കുകയാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷനിലാണ്. ഈ സസ്പെൻഷനിലുള്ള വ്യക്തിക്ക് പാലക്കാട് പാർട്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അല്ലെങ്കിൽ ഈ ചില ആളുകളുടെ കരച്ചിൽ, മാധ്യമങ്ങളുടെയൊക്കെ കരച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിലാണ്
ഈ പാലക്കാട് മണ്ഡലത്തിൽ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാലക്കാട് തൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച സന്ദീപ് വാര്യർ ഒന്ന് ജയിലിലാണ്. മറ്റൊന്ന് പത്തനംതിട്ടയിലെ തൻ്റെ സഹപ്രവർത്തകർ, തൻ്റെ തട്ടകമായ പത്തനംതിട്ടയിലെ തൻ്റെ സഹപ്രവർത്തകർ, അവർ ഈ രണ്ട് കൂട്ടരും ജയിലിലാണ്. അവരെ കാണാൻ വേണ്ടിയാണ് രാഹുൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള സന്ദർശനം നടത്തുമ്പോൾ അത് പാർട്ടിയുടെ അറിവോടുകൂടിയാണോ അല്ലെങ്കിൽ പാർട്ടി സമ്മതിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ച് ഇതിന്റെ പിറകിൽ പല വിവാദങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. പാർട്ടിയുടെ അനുവാദം ഇല്ലായ്മ അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു വ്യക്തി, അതുപോലെ പത്തനംതിട്ടയിൽ തന്നെ സഹപ്രവർത്തകരായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അവരൊക്കെ ഇത്തരത്തിലൊരു സമരമുഖത്ത് ഇറങ്ങിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ അവരെ സന്ദർശിക്കാൻ രാഹുൽ മാങ്കൂട്ടം വരുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പത്രക്കാരൻ ചോദിക്കുന്നത് ഈ സസ്പെൻഷനുള്ള വ്യക്തി എങ്ങനെയാണ് പാർട്ടി നേതാക്കളെ കാണുന്നത് എന്നൊക്കെയാണ്. പാർട്ടി നേതാക്കളെയും കാണും, ബാക്കിയുള്ളവരെയും കാണും. പാർട്ടി അച്ചടക്ക നടപടി എന്ന് പറയുന്നത് അതൊരു നടപടിക്രമമാണ്. അങ്ങനെ ഒരു അച്ചടക്ക നടപടി നേരിടുന്ന വ്യക്തി ബാക്കിയുള്ള മനുഷ്യന്മാരോട് ആരോടും സംസാരിക്കാൻ പാടില്ല, തന്റെ സഹപ്രവർത്തകരെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അച്ചടക്ക നടപടി നേരിടുന്ന വ്യക്തി ഉറപ്പായിട്ടും പാർട്ടി പരിപാടികളിൽ ഉണ്ടാവില്ല, അതുപോലെ പാർട്ടിയുടെ യോഗങ്ങളിൽ ഉണ്ടാവില്ല, പാർട്ടിയുടെ KPCCയുടെ യോഗങ്ങളിൽ, അതുപോലെ ജില്ലാ കമ്മിറ്റിയുടെ യോഗങ്ങളിലൊക്കെ സ്ഥാനമുണ്ടെങ്കിൽ അവിടെയൊന്നും ഉണ്ടാവില്ല. അതുപോലെ പാർട്ടിയുടെ തീരുമാനങ്ങളിലൊന്നും ഇയാൾക്ക് യാതൊരുവിധ പങ്കും ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള നടപടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരു നടപടി നേരിടുന്നതുകൊണ്ട് അവർ തന്റെ സഹപ്രവർത്തകരാവാതിരിക്കുന്നില്ല, അവർ തന്റെ സുഹൃത്തുക്കളാവാതിരിക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ആളുകളെ ഒന്നും കാണരുത്, കേൾക്കരുത് എന്നൊക്കെ പറയാൻ ഈ പറയുന്ന ആളുകൾക്ക് എന്താണ് അവകാശം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ വലിയ സജീവമായ ഒരു ഇറങ്ങിത്തിരിക്കലിന് ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ഡലത്തിൽ അദ്ദേഹം MLA എന്നുള്ള രീതിയിൽ വളരെ വലിയ സജീവമായ പ്രവർത്തനങ്ങൾ ഇടപെടുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, സമരമുഖങ്ങളിൽ, അതുപോലെ പ്രതിഷേധ പരിപാടികളിലൊന്നും രാഹുലിനെ എവിടെയും കാണുന്നില്ല. ബട്ട് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിനുള്ള സൂചനകൾ ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ, ഈ പൊതുരാഷ്ട്രീയത്തിൽ, പൊതുമധ്യത്തിൽ മുമ്പുണ്ടായിരുന്ന അതേ രീതിയിലുള്ള ഊർജ്ജസ്വലനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിൽ ഈ സന്ദീപ് വാര്യരെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റുള്ള നേതാക്കന്മാരെയും കാണാൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ എഴുതി തള്ളാനാവില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വെക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ കുറിച്ച്. അപ്പോൾ ഉടനെ തന്നെ ഉണ്ടാകും പ്രഖ്യാപനം എന്നാണ് ഷാഫി പറമ്പിൽ അന്ന് പറഞ്ഞത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഷാഫി പറമ്പിലിന്റെ ആ സംസാരവും ഷാഫി പറമ്പിൽ നൽകുന്ന ചില സൂചനകളും വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള എല്ലാ വഴികളും തുറക്കപ്പെടുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതിന്റെ മുന്നോടിയായിട്ടാണോ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒന്നുകൂടി സജീവമാകാൻ വേണ്ടിയിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു സന്ദർശനം പത്തനംതിട്ട ജയിലിലേക്ക് ഒരു സന്ദർശനം, അതും സന്ദീപ് വാര്യരെയും പത്തനംതിട്ടയിൽ നിന്നുള്ള തന്റെ സഹപ്രവർത്തകരെയും കാണാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എന്താണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന് ഉടനടി തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപനം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. കാരണം എനിക്കങ്ങനെ പ്രതീക്ഷിക്കാനുള്ള ഒരുപാടധികം കാരണങ്ങളുണ്ട്. ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ആ സൂചനകളെ കുറിച്ചോ അല്ലെങ്കിൽ അത് ആര് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം അത് പാർട്ടിയുടേതായ വഴിയിൽ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള നമുക്ക് കിട്ടുന്ന സൂചനകൾ, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ ചില ആളുകളുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം തന്നെ തിരിച്ചെത്തും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അതോടൊപ്പം
കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന സന്ദർശനം. അത് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഒന്നുകൂടി സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ തയ്യാറെടുപ്പുകൾ എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭാ സമ്മേളനം, ആ നിയമസഭാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും സജീവമായി പങ്കെടുക്കുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോ അദ്ദേഹം പങ്കെടുക്കാത്തതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ഭരണപക്ഷത്തിനെതിരെ, എസ്പെഷ്യലി പിണറായി വിജയനെതിരെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെയുള്ള പല കാര്യങ്ങളും ഉയർന്നു നിൽക്കുമ്പോൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചർച്ചകളുടെ രീതി മറ്റൊരു വഴിയിലേക്ക് നീങ്ങും എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കാതിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ കുറച്ചു ദിവസം വിട്ടുനിന്നതിന്റെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. അത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരടി പിന്നോട്ടടിച്ചത് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഈ ഉടനെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരായിരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവായിരിക്കും. അതോടൊപ്പം തന്നെ പൊതുരാഷ്ട്രീയത്തിൽ അദ്ദേഹം വലിയ കംബാക്ക് നടത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്.